സെൻട്രൽ ഏഷ്യയിൽ കുട്ടികൾ പൊതുവെ ചോദിക്കുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാൻ ഈയിടെയായിട്ട് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ മലയാളികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. തജിക്കിസ്ഥാനിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് അബിസിനിയ തജിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പണ്ട് മുതലേ കുട്ടികൾ തജിക്കിസ്ഥാനിൽ പോയിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. FMG പാസ് പെർസെന്റേജ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 20% ഒക്കെ ഉള്ളുവെങ്കിലും ഒരുപാട് മുന്നേ കുട്ടികൾ പോയി തുടങ്ങിയ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് തജിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് അവിടെ ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് ഒക്കെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ എംബസി ഓഫ് ദുഷാൻബെ, അതായത് തജിക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസി NMC ഗൈഡ് ലൈൻസ് തജിക്കിസ്ഥാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അതായത് 5 വർഷത്തെ കോഴ്സാണ് തജിക്കിസ്ഥാനിൽ, പ്ലസ് 1 ഇയർ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി ഓഫ് ദുഷാൻബെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് തജിക്കിലെ യൂണിവേഴ്സിറ്റികൾ ഉസ്ബെക്കിലെയും കസാക്കിലെയൊക്കെ പോലെ വളരെ വലുതാണ്. അതായത് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന രീതിയിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ് തജിക്കിസ്ഥാനിലുള്ളത് എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. നാലാമത്തെ തജിക്കിസ്ഥാന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഡാവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തജിക്കിസ്ഥാനിൽ മെഡിസിൻ അനാട്ടമി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിലും തജിക്കിസ്ഥാനിൽ ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ECFMGയോ WFME പോലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തത് ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ ഒരു കഴിഞ്ഞ 2 വർഷമോ 3 വർഷമോ ആയിട്ട് മാത്രമാണ് കുട്ടികൾ പോയി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ ലാക്ക് ഈ രാജ്യങ്ങളിലുണ്ട്. അടുത്ത തജിക്കിസ്ഥാന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തജിക്കിസ്ഥാന് നമ്മൾ ഉസ്ബെക്കിസ്ഥാന്റെ മെട്രിക്സുകൾ എല്ലായിടത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനേക്കാളും പല മെട്രിക്സുകളിലും താഴെ നിൽക്കുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ എന്നുള്ളതാണ്. അതുപോലെ തജിക്കിസ്ഥാന്റെ മറ്റൊരു പ്രശ്നമാണ് തജിക്കിസ്ഥാന്റെ FMG പാസ് പെർസെന്റേജ്. അതായത് FMG പാസ് പെർസെന്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് തജിക്കിസ്ഥാൻ അത്രമാത്രം പെർഫോമിംഗ് അല്ല. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.